2021 ഓഗസ്റ്റ് മാസം മുതലാണ് നായരമ്പലം സ്വദേശി രമ്യയെ കാണാതാകുന്നത്. ഭർത്താവ് സജീവനും മക്കൾക്കുമൊപ്പം വാടക വീട്ടിലായിരുന്നു താമസം. ഭാര്യയിൽ സംശയം തോന്നിയ സജീവൻ രമ്യയുമായി വാക്കുതർക്കമായി. പ്രകോപിതനായ സജീവൻ കൊല നടത്താൻ ഉറച്ചു. കുട്ടികളെ കുടുംബ വീട്ടിലാക്കി. 2021 ഓഗസ്റ്റ് 16 പട്ടാപ്പകൽ കഴുത്തിൽ കയർ കുരുക്കി രമ്യയെ പങ്കാളി തന്നെ കൊന്നുകളഞ്ഞു. രാത്രി വരെ മൃതദേഹത്തിനൊപ്പം. പാതിരാത്രി വീടിന് സമീപത്ത് കുഴിവെട്ടി രമ്യയുടെ ശരീരം അതിൽ മൂടി. കുടുംബ വീട്ടിൽ നിന്നും വീട്ടിലെത്തിയ മക്കൾ അമ്മയെ അന്വേഷിച്ചു. അമ്മ മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയെന്നും ഇതൊന്നും പുറത്തു പറയരുതെന്നും അയാൾ പറഞ്ഞു. രമ്യയുടെ വീട്ടുകാർ ചോദിച്ചാൽ അമ്മ ജോലിക്കായി ബംഗളൂരുവിൽ പോയെന്ന് പറയാനും നിർദ്ദേശിച്ചു. അപ്പോൾ പിള്ളേരിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ വീട്ടിൽ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ അന്വേഷിക്കും, എവിടെ അമ്മ വിളിക്കാറുണ്ടോ നമ്പർ തരാനായിട്ട് ചോദിച്ചിട്ട്. അപ്പോൾ പറയുന്നത് അവിടെ നിന്ന് നമ്പർ വിളിക്കാൻ പറ്റില്ല, ഒരു ചേച്ചിയുടെ നമ്പറിൽ നിന്നാണ് അവിടെ നിന്ന് വിളിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ ചേച്ചിയുടെ കോൺടാക്റ്റ് തരാൻ പറഞ്ഞിട്ടും അത് പിള്ളേരുടെ കയ്യിലില്ല, അച്ഛൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സംശയം തോന്നിയ രമ്യയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചതാണ് വഴിത്തിരിവായത്. കേസ് ഞാറയ്ക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഭർത്താവായ സജീവനെ പരാതിക്കാരനാക്കി പോലീസ് മൊഴിയുമെടുത്തു. തുടർന്നങ്ങോട്ട് അന്വേഷണം ഇഴഞ്ഞു നീങ്ങി. ഞാനാണ് ഫസ്റ്റ് പരാതി കൊടുക്കുന്നത്. ഞാൻ ബ്രദർ ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ പരാതിയായിരിക്കും കൂടുതൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കേസ് അതിൻ്റെ കൂടെ തന്നെ ആ ഡേറ്റിൽ തന്നെ പുള്ളിയുടെ കേസും അവിടെ വന്നു. ഞാറയ്ക്കലാണ് ഞാൻ ആദ്യം കേസ് കൊടുത്തത്. ഞാൻ എന്നാലും നിരന്തരം അന്വേഷിച്ചിട്ട് ഒരു മാസത്തോളം ആയിട്ടും എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഇലന്തൂർ ഇരട്ട നരബലി കേസുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കവെയാണ് രമ്യ തിരോധാന കേസ് വീണ്ടും പോലീസ് അന്വേഷിക്കുന്നത്. ആദ്യം കുറ്റം നിഷേധിച്ചു സജീവൻ. തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിൽ ചെയ്ത ക്രൂരത പോലീസിനോട് വിവരിച്ചു. 2 വർഷങ്ങൾക്കു ശേഷം ആ മക്കൾ അമ്മയെ കണ്ടു. തങ്ങൾ ഓടിക്കളിച്ച മണ്ണിനടിയിൽ അഴുകി ദുർഗന്ധം വമിച്ച്. അങ്ങനെ രമ്യ തിരോധാന കേസ് രമ്യ കൊലക്കേസായി മാറി. കൊലയാളി സ്വന്തം ഭർത്താവ് സജീവ് തന്നെ. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.